മുഖ്യമന്ത്രി ജയലളിതയോടുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ കാരണം 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടൻ രജനീകാന്ത്. 1995 മന്ത്രി കൂടിയായിരുന്ന RM വീരപ്പൻ നിർമ്മിച്ച രജനി നായകനായ സൂപ്പർ ഹിറ്റ് ചിത്രം ഭാഷ തിയേറ്ററുകളിൽ 100 ദിവസം പൂർത്തിയാക്കിയതിന്റെ ആഘോഷവേളയിൽ നടന്ന പ്രസംഗത്തിന് ജയലളിതയെ ചൊടിപ്പിച്ചത്. വളരെ അസ്വസ്ഥയും മറക്കാനാവാത്തതുമായ ഒരു അനുഭവമാണ് അതെന്ന് രജനീകാന്ത് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. RMV എന്നറിയപ്പെടുന്ന അന്തരിച്ച ചലച്ചിത്ര നിർമ്മാതാവ് RM വീരപ്പനെ കുറിച്ച് പുറത്തിറക്കിയ ഒരു വീഡിയോയിലൂടെയാണ് രജനീകാന്ത് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. വേദിയിൽ നിന്ന് ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന RMVയുമായി ഈ ചടങ്ങിൽ സംസാരിക്കുമ്പോൾ താൻ അറിയാത്ത ഒരു രാഷ്ട്രീയവാദത്തിന് കാരണമായെന്ന് രജനീകാന്ത് പറയുന്നുണ്ട്. വേദിയിൽ ഒരു മന്ത്രി ഉണ്ടെന്ന് ഓർക്കാതെ സർക്കാരിനെതിരെ പറഞ്ഞുപോയി. അതേക്കുറിച്ച് അന്ന് വ്യക്തത ഉണ്ടായിരുന്നില്ല. സർക്കാരിനെതിരെ പ്രസംഗത്തെ അന്ന് എതിർക്കാത്തതിന് അന്ന് AMDMK മന്ത്രിയായിരുന്ന RMVയെ ജയലളിത മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കിയെന്ന് രജനീകാന്ത് പറഞ്ഞിരുന്നു. ആ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല, RMVയെ ബന്ധപ്പെടാനും കഴിഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ അദ്ദേഹത്തെ വിളിച്ച് സംഭവത്തിന് ക്ഷമ ചോദിച്ചു. പക്ഷേ മന്ത്രി ആ കാര്യം തള്ളിക്കളയുകയും ആ സംഭവത്തെക്കുറിച്ച് മറന്നേക്കുമെന്നും പറഞ്ഞു. പകരം സിനിമയുടെ ഷൂട്ടിംഗ് ഷെഡ്യൂളുകളെ കുറിച്ച് ചോദിച്ചു. ഒന്നും സംഭവിക്കാത്തത് പോലെ അദ്ദേഹം പെരുമാറി. ഈ സംഭവം എന്റെ ഉള്ളിൽ ഒരു മുറിവായി തന്നെ നിലനിൽക്കുകയാണ്. രജനീകാന്ത് പറഞ്ഞത് ഇങ്ങനെയാണ്: ആ മുറിവ് ഒരിക്കലും ഉണങ്ങില്ല. കാരണം വേദിയിൽ അവസാനം സംസാരിച്ച വ്യക്തി ഞാനായിരുന്നു. അതിനുശേഷം അതിനോട് പ്രതികരിക്കാൻ RMVക്ക് കഴിയുമായിരുന്നില്ല. മുഖ്യമന്ത്രിയോട് ഇതിനെക്കുറിച്ച് വിശദീകരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ സ്വന്തം തീരുമാനത്തിൽ നിന്ന് പിന്മാറില്ലെന്നാണ് RMV പറഞ്ഞത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്റെ പേര് കളഞ്ഞു പൊളിക്കരുതെന്ന് RMV ആവശ്യപ്പെട്ടു. അതുകൊണ്ടൊക്കെയാണ് അദ്ദേഹം ഒരു മികച്ച മനുഷ്യനും യഥാർത്ഥ കിങ് മേക്കറുമായത്, രജനീകാന്ത് കൂട്ടിച്ചേർത്തു. ജയലളിതയെ രാഷ്ട്രീയമായി എതിർക്കാനുള്ള തന്റെ തീരുമാനത്തിന് പിന്നിൽ ഒട്ടേറെ കാരണങ്ങളുണ്ടെന്നും രജനീകാന്ത് സമ്മതിച്ചിട്ടുണ്ട്. ജയലളിതയെ രാഷ്ട്രീയമായി എതിർക്കാനുള്ള തന്റെ തീരുമാനത്തിന് പിന്നിൽ ഒട്ടേറെ കാരണങ്ങളുണ്ടെന്നും രജനീകാന്ത് സമ്മതിക്കുന്നുണ്ട്. ഈ സംഭവം തന്റെ കാഴ്ചപ്പാടുകൾ രൂപപ്പെട്ടതിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിത സ്കൂളിൽ പഠിക്കുമ്പോൾ അച്ഛനെ പോലും ഒരു അഭിഭാഷകനായി ആഗ്രഹിച്ചിരുന്നു. കുടുംബത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി അമ്മ സദ്യയാണ് അവരെ വിനോദ ലോകത്തിലേക്ക് തള്ളിവിട്ടത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നടി തമിഴ് സിനിമയിലും കിരീടം ധരിക്കാതെ രാജ്ഞിയായി മാറി. ഒടുവിൽ അവർ സിനിമകൾ എന്നേക്കുമായി ഉപേക്ഷിച്ചു. ഒരിക്കൽ ജയലളിത സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം അഭിനയിക്കാൻ നിരസിച്ചു. അതിന് കാരണമുണ്ട്. രാഷ്ട്രീയ യാത്ര ആരംഭിക്കുന്നതിനെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ജയലളിത തന്റെ ഒരു ലേഖനത്തിൽ മറുപടിയായി ഒരു കത്ത് എഴുതിയിരുന്നു. അത് സിനിമകളിൽ നിന്ന് നല്ല ഓഫറുകൾ ലഭിക്കുന്നില്ലെന്ന് സൂചിപ്പിച്ചു. അവരുടെ കത്ത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വൈറലായി. 1980 ജൂൺ 10 പോയിസ് ഗാർഡനിൽ എഴുതിയ കത്തിൽ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ ബില്ല ആ വർഷം പുറത്തിറങ്ങിയിരുന്നു. തിരിച്ചുവരവിന് താൻ ബുദ്ധിമുട്ടില്ലെന്ന് ജയലളിത വ്യക്തമാക്കിയിരുന്നു ആ കത്തിലൂടെ. വാസ്തവത്തിൽ ഞാൻ ചില മികച്ച ഓഫറുകൾ നിരസിക്കുകയായിരുന്നു. ബാലാജിയിലെ ബില്ലയിലെ രജനീകാന്തിനൊപ്പം നായികയെ വേഷം അത് എനിക്ക് വാഗ്ദാനം ചെയ്തതായിരുന്നു. പിന്നീടാണ് നിങ്ങൾ വേറൊരു നായിക അതിൽ അഭിനയിക്കുന്നതായി കണ്ടത്. 1960കളുടെ മധ്യത്തിൽ ഒരു മുൻനിര ചലച്ചിത്ര നടിയെ ജയലളിത പ്രശസ്തിയിലേക്ക് ഉയർന്നു. ഒരു മികച്ച അഭിനേത്രിയായിരുന്നു അവർ. 1961നും 1980നും ഇടയിൽ 140 സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. പ്രധാനമായും തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലായിരുന്നു അഭിനയിച്ചത്. ഒരു നടിയെന്ന നിലയിലുള്ള വൈവിധ്യത്തിനും നൃത്തവൈദഗ്ധ്യത്തിനും ജയലളിത പ്രശംസ നേടി. തമിഴ് സിനിമയുടെ രാജ്ഞി എന്ന വിളിപ്പേരും നേടി.